അപ്പോൾ ഇന്നത്തെ ബ്ലോഗിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് എൻ്റെ ബോയ് ഫ്രണ്ട് ഷാക്കിറിൻ്റെ കൂടെ ഷാക്കിർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നൊരു വ്ളോഗാണ്. വലിയ വണ്ടിയാണ് ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയ വണ്ടിയാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനെ വണ്ടി വന്നു, വണ്ടിയിൽ കയറി ഞങ്ങൾ യാത്ര തുടങ്ങി. ഒരു ക്ലൂ ഇല്ല എനിക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. പുള്ളി ജോലി ചെയ്യാൻ പോകുന്നത് രാത്രിയാണ്, രാവിലെയാണ് വീട്ടിലേക്ക് വരാറ്. ഒരുപാട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി സ്റ്റേഷൻ കണ്ടപ്പോൾ. അങ്ങനെ സ്റ്റേഷനിൽ ഇറങ്ങി. ഞങ്ങൾ JCBD അറിയുമെന്ന് ചോദിച്ചപ്പോൾ കാജാപുടി മാത്രമേ അവനെ അറിയത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബസ് കയറി. എനിക്ക് മാത്രമാണ് സീറ്റ് കിട്ടിയത്. എനിക്ക് സീറ്റ് എൻ്റെ ചേട്ടായി എനിക്ക് വേണ്ടി വിട്ടു തന്നു. എന്ത് സ്നേഹം നോക്കുക ഗൈസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടായിക്ക് സീറ്റ് കിട്ടി. ഞങ്ങൾ ഒരുമിച്ചിരുന്നു. അങ്ങനെ ബസ് ഇറങ്ങി ഞങ്ങൾ വീണ്ടും കുറേ നേരം അങ്ങനെ നടന്നു. എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് ഇതാ ബിൽഡിങ്ങിൻ്റെ ഇടയിലൂടെയൊക്കെ കൊണ്ടുവന്ന് കണ്ടു. എനിക്ക് ആകെ ഒരു വശപ്പശക്ക് തോന്നി. നോക്കൂ, അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യാറ്. ഇപ്പോഴല്ല, രാത്രിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട്. പിന്നെ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു തരാൻ തുടങ്ങി. ബിരിയാണി, ഇറച്ചി, പൊറോട്ട ഒക്കെ വാങ്ങിച്ചു തരുമ്പോൾ എനിക്ക് ചെറുതായൊരു ഡൗട്ട്. ബിരിയാണി തീരാറായപ്പോൾ തന്നെ എനിക്ക് പേടി തുടങ്ങി. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് തരുന്നത് കണ്ടോ ഗൈസ്. ഇവിടെയൊക്കെയാണ് എന്തോ ഒരു വശപ്പശക്ക് എനിക്ക് തോന്നി തുടങ്ങി. അവിടെയും വിട്ട് ഞങ്ങൾ പാലത്തിൻ്റെ അടിയിലേക്കാണ് പോയത്. പാലത്തിൻ്റെ അടിയിൽ എന്താണ് ഇവന് ജോലി എന്ന് പറയുമ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല. ആരൊക്കെ കാത്തു നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ചിരിച്ച് കാണിച്ചെന്നെ മയക്കി. പല നേട്ടങ്ങളും ഇവൻ പണ്ടും കൊയ്തിട്ടുണ്ട്, ഇപ്പോഴും കൊയ്യാൻ നോക്കുന്നു. വീണ്ടും ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ബസ് സ്റ്റാൻഡിലേക്ക് എന്തിനാണ് പോകുന്നത്? ശേഷം ഓട്ടോ അടിച്ചിട്ട് പറഞ്ഞു ഇനി പോകുന്ന സ്ഥലം വളരെ ഡിഫറെൻ്റാണ്, അവിടെ രാത്രി വൻ തിരക്കാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, പോയി കാണാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. വണ്ടി നേരെ പോകുന്നത് ഒരു ബീച്ച് പരിസരത്താണ്. ബീച്ചിൽ ഇവൻ എന്ത് രാത്രി പണി എന്നാണ് ഞാൻ ആലോചിച്ചത്. എന്തായാലും ബീച്ച് കണ്ട സന്തോഷത്തിൽ ഞാൻ അതൊന്ന് നോക്കി കുറേ ഇങ്ങനെ നടന്നു. എന്താണെന്നറിയില്ല, കുറ്റബോധങ്ങളുടെ കൂമ്പാരം തലയിലുള്ളത് കൊണ്ട് അവൻ തല താത്തിയാണ് നടന്നത്. ഞങ്ങൾ രണ്ടുപേരും കുറേ കഥകൾ പറഞ്ഞു. പക്ഷേ രാത്രി എന്ത് ജോലിയാണ് ഇവിടെ ചെയ്യുന്നത് എനിക്കിപ്പോഴും ഐഡിയ കിട്ടിയില്ല. പിന്നെ പഞ്ഞിമിഠായി, ആകാശക്കപ്പൽ, കൈറ്റ്സ്, ബോട്ട് റേസ്, ഇത് ഭയങ്കര രസമായിരുന്നേ. നല്ല സ്പീഡൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ മറ്റുള്ളവർ ചെയ്യുന്നത് എനിക്ക് കാണിച്ചു തന്നെ എൻ്റെ ചേട്ടായി. അങ്ങനെ ഞങ്ങൾ ആകെ ചെയ്തത് തിരമാല എണ്ണിയിരിക്കലായിരുന്നു. അതാകുമ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങളത് ചെയ്തു. ഒരുപാട് നേരം ആത്മഹത്യ പ്രേരണ ഉള്ള പോലെ നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടായി നമുക്ക് പോവാം, വേറെ ജോലി വാങ്ങിക്കാം, കുറേ കാലമായില്ലേ ഈ ഫീൽഡിൽ എന്ന് പറഞ്ഞ് ട്രെയിൻ കയറി. ഞങ്ങൾ ഹാപ്പി സന്തോഷത്തോടെ ക്യാമറയ്ക്ക് നോക്കൂ, ഹാപ്പി എൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബ്ലോഗ് അവസാനിപ്പിക്കുകയാണ്.